കേരളം ഇന്ത്യയിലാണോ എന്ന് സംശയിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ബജറ്റാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. പാലക്കാട് കോച്ച് ഫാക്ടറി, എയിംസ് അടക്കമുള്ള എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ആവശ്യങ്ങളിൽ ഒന്നുപോലും പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി എല്ലാം നൽകുമ്പോഴാണ് കേരളത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങളോട് പോലും മുഖം തിരിച്ചത്. 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് കേരളം വളരെ മുമ്പേ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായി സംസ്ഥാന ധനമന്ത്രിയും എംപിമാരും ഒക്കെ പല പ്രാവശ്യം കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഇക്കാര്യങ്ങൾ അവതരിപ്പിച്ചു. പ്രധാനമന്ത്രി എത്തി ഫോട്ടോഷൂട്ട് നടത്തി സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ച വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങൾക്ക് ₹1 മാറ്റിവെക്കാൻ നമ്മുടെ ധനമന്ത്രി തയ്യാറായില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖമായ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ഒരു പൈസ ഈ ബജറ്റിൽ മാറ്റിവെച്ചില്ല. റെയിൽവേയുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട, അവിടെയും അവഗണന മാത്രമാണ് ഉണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ ഈ ബജറ്റിൽ കേരളം എന്ന പേര് ഉച്ചരിക്കാതിരിക്കാൻ ധനമന്ത്രി വല്ലാതെ പരിശ്രമിച്ചുവെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ വർഷം കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിക്കേണ്ടത് ഏതാണ്ട് ബജറ്റ് വിഹിതമായി 73,000 കോടി രൂപയായിരുന്നു. നമുക്കാകെ കിട്ടിയത് 33,000 കോടി രൂപ മാത്രമാണ്. ബീഹാറിൽ താമരവിത്തിനായി പ്രത്യേകമായ ഒരു ബോർഡ് തന്നെ രൂപീകരിച്ചു. എന്നാൽ കേരളത്തിലെ റബ്ബർ കർഷകരെ കണ്ട ഭാവം ധനമന്ത്രി കാണിച്ചില്ല. അതുപോലെ തന്നെയാണ് ഓരോ മേഖലയെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പരിശോധിച്ചാൽ, മലയോര മേഖലയിൽ വന്യമൃഗശല്യം ഒഴിവാക്കാനും അവിടെ വന്യമൃഗങ്ങളാൽ കൊല്ലപ്പെടുന്ന മനുഷ്യർക്ക് സഹായം നൽകാനും സഹായം വേണമെന്ന്, പ്രത്യേക പാക്കേജ് വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതും അവഗണിച്ചു. രാജ്യത്തിൻ്റെ ഒരു ഫെഡറൽ സംവിധാനമുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളോടും തുല്യനീതി കാണിക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദയുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം എല്ലാ കാലത്തും അതാണ് നടന്നു പോകുന്നത്. പക്ഷേ BJP സർക്കാർ വന്നതിന് ശേഷം ആ നിലപാട് പാടെ മാറ്റുകയാണ്. അവർക്ക് താല്പര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് മാത്രം സഹായം. നേരത്തെ ആന്ധ്രയ്ക്ക് ഭയങ്കരമായ സഹായം പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഈ ബജറ്റിൽ ബീഹാറിന് വേണ്ടി ഒരുപാട് സഹായം നിരന്തരമായി പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിന് ന്യായമായി കിട്ടേണ്ടുന്ന ആവശ്യങ്ങൾ, നമ്മുടെ സംസ്ഥാനത്തിന് ന്യായമായി കിട്ടേണ്ട നികുതി വിഹിതം, ഇതൊന്നും നൽകാതിരിക്കാൻ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് മാത്രം കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ബജറ്റിലും അത് തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത്. സാമ്പത്തികമായി കേരളത്തെ തകർക്കുക, നമ്മളുടെ വികസന പ്രവർത്തനങ്ങളെ ഏതെങ്കിലും തരത്തിൽ മുടക്കാൻ കഴിയുമെങ്കിൽ ആ രീതിയിൽ മുടക്കുക, ഒപ്പം തന്നെ നമ്മുടെ സാമൂഹ്യക്ഷേമ പദ്ധതികളെ ഇല്ലാതാക്കുക. നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷനൊക്കെ രാജ്യത്തിന് പോലും മാതൃകയാകുന്നതാണ്. ആ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല, അങ്ങനെ ഇന്ത്യക്കാകെ മാതൃകയായി മുന്നേറുന്ന ഒരു സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെക്കിക്കൊല്ലാനുള്ള പരിശ്രമമാണ് കേന്ദ്ര സർക്കാരും BJPയും നടത്തുന്നത്. അതിന് കേരളത്തിലെ BJP നേതൃത്വം എല്ലാ സഹായവും ചെയ്യുന്നു എന്നാണ് ഇന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞത്.